ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളായിരുന്നല്ലോ പഠിച്ചത്. 12-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ പൗലോസ് ഇങ്ങനെ പറയുന്നു: പ്രശംസിക്കുന്നതിൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. പൗലോസിന് സ്വയമായി ഒരു പ്രശംസയും പൗലോസ് ആഗ്രഹിച്ചില്ല. താൻ പ്രശംസിക്കുന്നതിൽ കർത്താവിൽ മാത്രമേ പ്രശംസിക്കുന്നുള്ളൂ. എങ്കിലും താൻ ഇപ്പോൾ പ്രശംസിപ്പാൻ കാരണമായി തരുന്ന താൻ ഇഷ്ടത്തോടെയല്ല, പക്ഷേ തനിക്ക് ആവശ്യമായിരിക്കുന്നു. അത് ഒരു കമ്പൽഷനോട് കൂടിയാണ് താൻ ഇത് പറയുന്നതെന്ന് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ വേറൊരു ലേഖനത്തിലും മറ്റെവിടെങ്കിലും പറഞ്ഞില്ലാത്ത തന്റെ വെളിപ്പാടുകളെയും ദർശനങ്ങളെയും കുറിച്ച് പൗലോസ് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അത് നിർബന്ധത്താലാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്തത്. കാരണം കൊരിന്ത്യർ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയി കള്ളാപ്പോസ്തലന്മാർക്ക് അവരെ കേൾക്കുകയും അവര് പറയുന്നതിനെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ പൗലോസ് അപ്പോസ്തലൻ നിർബന്ധമായി കൊരിന്ത്യരെ അവരുടെ ആ തെറ്റുകളിൽ നിന്നും അവരുടെ ആ വല്ലാത്ത ആ പോക്കിൽ നിന്നൊക്കെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം പൗലോസ് ഇത് പറയേണ്ടതായിട്ട് വന്നു. പൗലോസ് തന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുന്നു. തന്റെ ദർശനം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു 14 വർഷങ്ങൾക്ക് മുമ്പേ താൻ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു. അത് പറഞ്ഞെങ്കിലും താൻ പോയി നല്ല പറഞ്ഞ ഒരു തേർഡ് പേഴ്സണിലായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ. തന്നെ ഒരിക്കലും പോയി പ്രശംസിപ്പാൻ പൗലോസ് ഇഷ്ടപ്പെട്ടില്ല, വേറൊരാൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത് താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 3-ാം സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാസസ്ഥലമായ സ്വർഗസ്ഥലങ്ങളിലേക്ക് പൗലോസ് എടുക്കപ്പെട്ടു. കർത്താവിന്റെ സന്നിധിയിലായിരിക്കും, അത് തന്നെ കർത്താവിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. അവിടെ പറഞ്ഞ വാക്കുകളെ കുറിച്ച് താൻ പറയുന്നില്ല. അവിടെ പറയുന്ന വാക്കുകൾ മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ കഴിയില്ലാത്തതും മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ പാടില്ലാത്ത വാക്കുകളെ, മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് പറയുന്നു. അങ്ങനെ ആ കേട്ട മനുഷ്യനെ കുറിച്ച് മാത്രമേ താൻ പ്രശംസിക്കുകയുള്ളൂ. ആ 3-ാം പേഴ്സൺ അല്ലെ തേർഡ് പേഴ്സണെ കുറിച്ച് മാത്രമേ ഞാൻ പ്രശംസിക്കുന്നുള്ളൂ. എന്നെ കുറിച്ചാണെങ്കിൽ, പൗലോസ് എന്ന ആളെ കുറിച്ചാണെങ്കിൽ, ആ ജഡത്തിലായിരിക്കുന്ന പൗലോസിനെ കുറിച്ചാണെങ്കിൽ പൗലോസ് പറയുന്ന എന്റെ ബലഹീനതല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല എന്ന്. നിങ്ങൾ കാണുന്നതിലും കേൾക്കുന്നതിലും അധികമായി ആരും എന്നെക്കുറിച്ച്, നിങ്ങൾ എന്നെ കാണുന്നത് എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതും അല്ലാതെ എന്നെക്കുറിച്ച് ആരും ഒന്നും പ്രശംസിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് 7-ാമത്തെ വാക്യം പറഞ്ഞു: ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ട എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്ന. പൗലോസ് അപ്പോസ്തലന് ഈ സ്വർഗീയമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും താൻ നിഗളിച്ചു പോകാതിരിക്കാനായിട്ട് അനേകം ദർശനങ്ങളുടെ വെളിപ്പാടുകളുടെ ആധിക്യം എന്ന് പറയുന്നത് കൊണ്ട് അനേകം ഇങ്ങനെയുള്ള ദർശനങ്ങൾ, കാരണം പൗലോസ് അപ്പോസ്തലൻ ആദ്യം നമ്മള് അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യം തന്നെ കാണുന്നുണ്ട്. താൻ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നു, ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ കർത്താവിനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അനേകം 3 വർഷക്കാലം അറേബ്യയിലായിരുന്നു എന്നൊക്കെ കർത്താവിന്റെ അനേകം ദർശനങ്ങളും വെളിപ്പാടുകളും ഒക്കെ, വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ എന്ന് പറയുമ്പോൾ അനേകം പ്രാവശ്യം കർത്താവിന്റെ മുഖം ദർശിച്ച പൗലോസാണ് പറയുന്നത്. അങ്ങനെ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൽ എനിക്ക് ഒരു ശൂലം തന്നിരിക്കുന്നത്. ശൂലം എന്താണെന്ന് പറയുന്നു? അത് സാത്താന്റെ ദൂതനെയാണ് ശൂലമായിട്ട് വെച്ചിരിക്കുന്നത്. ശൂലം എന്താണെന്ന് നമ്മൾക്കറിയില്ല, പക്ഷെ നമുക്കറിയാൻ കഴിയുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് പൗലോസിനെ കുത്തിക്കൊണ്ടേ ഇരുന്നാണ് പറയുന്നത് അല്ലെ. സാത്താന്റെ ദൂതനെ കുത്തിക്കൊണ്ടിരുന്നത് എന്തോ കാര്യമായിട്ട് എന്നും പൗലോസിനോട് കൂടെ പൗലോസിന്റെ മരണം വരെയും ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് നമുക്ക് മനസ്സിലാക്കാണ്. കാരണം അത് ആ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാ പറയുന്നത്. അത് പോയതായിട്ടൊന്നും പറയുന്നില്ല. അത് പൗലോസിന്റെ അവസാന കാലം വരെ അത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി നമുക്ക് 8-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പൗലോസ് അപ്പോസ്തലന് ഒരു ശൂലം ജഡത്തിൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 8-ാമത്തെ വാക്യം: അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ഏത്? ആ ജഡത്തിലുള്ള ശൂലം തന്നെ വിട്ടു പോകേണ്ടതിനെ പൗലോസ് അപ്പോസ്തലൻ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു. നമ്മള് ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാൽ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം
നിങ്ങളുടെ നിലവുകളെയും വിചാരങ്ങളെയും ക്രിസ്തു സൂക്ഷിക്കും എന്നൊക്കെ പറയുന്ന പൗലോസ് പറയുകയാണ് ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചെന്ന്. അപ്പോ അത്രത്തോളം പൗലോസിനെ കുത്തിയത് കൊണ്ടാ പൗലോസ് അങ്ങനെ ചെയ്തത്. ആദ്യമൊക്കെ നമ്മളെ പോലൊക്കെ വിചാരിച്ച് കാണും, ഓ ഓക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് ഒത്തിരി റഫായി കഴിഞ്ഞപ്പോഴാണ് പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഓക്കെ. ഇപ്പം അതൊരു പൗലോസ് ആ ഒരു ചെറിയ സംഭവങ്ങൾ എത്രയും കഷ്ടതകളും പ്രയാസങ്ങളിലും തടവുകളുടെയും ഒക്കെ നടുവിൽ കടന്നിട്ടും പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും അങ്ങനെ പിറുപിറുത്തതായിട്ട് ഒന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. ഇപ്പം ഫിലിപ്പി ലേഖനം എഴുതുമ്പോഴേ കാരാഗൃഹത്തിലായിരുന്ന സമയത്താണല്ലോ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. അവരോട് പറയുന്നുണ്ട് എപ്പോഴും സന്തോഷിക്കാൻ എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ എന്ന് പറയുന്ന പൗലോസ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഞാൻ അത് നീങ്ങി കിട്ടേണ്ടതിന് വിട്ട് കിട്ടേണ്ടതിന് ഞാൻ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം പൗലോസ് അപ്പോസ്തലൻ അതിനുവേണ്ടി കാര്യമായിട്ട് പ്രാർത്ഥിച്ചു. ഈ ഹെബ്രു ലാംഗ്വേജില് 3 ടൈംസ് എന്ന് ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുമ്പോൾ അത് 3 തവണ എന്ന് അർത്ഥമില്ല. അതിലധികം തവണയോ ചിലപ്പം ആയിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. അതിന്റെ അർത്ഥം ആ ഫിഗറേറ്റീവ് ലാംഗ്വേജിൽ പറയുമ്പോഴേ സീസ്ലെസ്ലി, കണ്ടിന്യൂസ്ലി, ഓവർ ആൻഡ് ഓവർ പല പ്രാവശ്യം പൗലോസ് നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ 7, 9, 3 എന്നുള്ള സംഖ്യകൾ അനേകം പ്രാവശ്യം കാണാം. അതാ 3ഓ 7ഓ ആണെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ കണ്ടിന്യൂസ്ലി നിരന്തരം അത് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ചിലര് വിചാരിക്കുന്നത് വിശ്വാസം ഇല്ലാത്തതിനാലാണ് അനേകം പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന്. അല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗെത്സമേനിലായിരുന്നപ്പോൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചായിരുന്നു? 3 പ്രാവശ്യം പ്രാർത്ഥിച്ചെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ ദൈവത്തോട് ഒരു കാര്യം പറയുമ്പോൾ ഒരു 100 പ്രാവശ്യം പറഞ്ഞാലും 1000 പ്രാവശ്യം നമ്മൾ ഇപ്പോഴും എത്രയോ വർഷങ്ങളായിട്ട് സെയിം പ്രാർത്ഥന തന്നെ പ്രാർത്ഥിക്കുന്നില്ല. എത്രയോ പ്രാർത്ഥനകൾ നമ്മുടെ ഇതുവരെയും ആൻസർ കിട്ടാത്ത പ്രാർത്ഥനകൾ നമ്മൾ നിർത്തിയിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് എത്ര തവണ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അത് നമ്മുടെ കർത്താവ് അത് നമ്മുടെ പ്രാർത്ഥനകളെ അത് നിസ്സാരവൽക്കരിക്കുന്നില്ല, അത് നിസ്സാരമാണെന്ന് കരുതുന്നില്ല. എല്ലാം ദൈവത്തിന് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥന, നമ്മുടെ ഒരു വാക്ക് പോലും ദൈവത്തിന്റെ സന്നിധിയിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നമ്മളെ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും പറയുന്നവരോട് നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ പറയും. എന്തെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളായാലും 10 തവണ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് എല്ലാ വാക്കുകളെയും എല്ലാ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ പോലും ഒന്നിനെ അതിനെ നിസ്സാരമായിട്ട് കർത്താവ് കരുതാറില്ല. പക്ഷെ എല്ലാ പ്രാർത്ഥനയ്ക്കും ആ, എല്ലാ പ്രാർത്ഥനയ്ക്കും ആൻസർ ഉണ്ടോ? എല്ലാ പ്രാർത്ഥനയ്ക്കും ആൻസർ ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല ആൻസർ എന്നുള്ളത്. ചിലപ്പം അത് കർത്താവിന്റെ നിശബ്ദതയായിരിക്കും ആ ആൻസർ എന്നുള്ളത്. ചിലപ്പം വേണ്ട എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ യെസ് എന്നായിരിക്കും, അങ്ങനെയായിരിക്കും. ചിലപ്പം വെയിറ്റ് എന്നായിരിക്കും കർത്താവിന്റെ ആ ഉത്തരവ് എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്ന് ആൻസറിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ ആ ആൻസർ പൗലോസിന് എങ്ങനെ, അതിന് ആൻസർ ശരിയായ ആൻസർ ആയിരുന്നോ പൗലോസ്? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നീങ്ങിപ്പോകാനാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. നീങ്ങിപ്പോയില്ല. പക്ഷെ പൗലോസ് അപ്പോസ്തലന് ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു താന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തപ്പോൾ തനിക്ക് കിട്ടിയ ഒരു ആൻസർ ആയിരുന്നു കൃപ എന്നുള്ളതല്ലേ. അത് മതിയായിരുന്നു പൗലോസിന്. അപ്പൊ ഫിസിക്കലി അത് തനിക്കൊരു മുള്ളായിരുന്നു, ഭയങ്കര ഒരു ശൂലമായിരുന്നു, മുള്ളായിരുന്നു. അതിങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുന്നതായിരുന്നു. മെന്റലി പൗലോസ് 3 തവണ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ശാരീരികമായി തന്നെ അത് ഉപദ്രവിക്കുന്നതിൽ അധികമായി അതിനെ മെന്റലി പൗലോസിനെ ടോർച്ചർ ചെയ്ത് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നിരന്തരം പൗലോസ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചത്. കാരണം ഭയങ്കരമായ ഒരു കഠിന മനുഷ്യനായിരുന്നു പൗലോസ്. കഠിന മനുഷ്യൻ ഞാൻ പറയുമ്പോൾ അത് സ്ട്രോങ് ആയിട്ടൊരു ഒരു ഒരു മനുഷ്യനായിരുന്നു. അത് ഒരു ദേവദാസനായിരുന്നു. അതൊരിക്കലും അങ്ങനെ വിഷമിപ്പാനോ അങ്ങനെ അങ്ങ് അധൈര്യപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരാളായിരുന്നു. എങ്കിലും എത്രത്തോളം അതിനുവേണ്ടി അപേക്ഷിപ്പാൻ കാരണമായി തീർന്നത് മെന്റലി ഭയങ്കരമായിട്ട് പൗലോസ് അപ്പോസ്തലനെ അത് വറിയാക്കി കാണുമായിരിക്കാം. അതുപോലെ സ്പിരിച്വലി നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ആൻസറും ആയിരുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പൗലോസിന് അത് ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മൾ താഴോട്ടുള്ള വാക്കുകൾ കാണുന്നുണ്ട് പൗലോസിന് അത് ഇഷ്ടമായിരുന്നു എന്ന്. അപ്പൊ ആ ഒരു അൺആൻസേർഡ് പ്രയർ ആയിരുന്നെങ്കിലും അതിനൊരു ആൻസർ ഉണ്ടായിരുന്നു, എന്റെ കൃപ എന്നുള്ളത്. അത് പൗലോസ് വിട്ടു നീങ്ങേണ്ടത് പ്രാർത്ഥിച്ചെങ്കിലും അത് അവിടെ ഇരുന്നത് കൊണ്ട് തന്നെ, ആ മുള്ളവിടെ അല്ലെങ്കിൽ ആ ശൂലം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പൗലോസിനെ താങ്ങിയ ഒരു ദൈവകൃപയെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ദൈവം
ഇവിടെ പറഞ്ഞു എന്തിനാ പൗലോസിനെ കുത്താൻ ആരെയാണ് ഉപയോഗിച്ചത്? ഒരു ശൂലമായിട്ട് സാത്താന്റെ ഒരു ദൂതനെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, നിഗളിയായ സാത്താന്റെ ഒരു ദൂതനെയാണ് ദൈവം കൊടുത്തത്. പൗലോസിന്റെ നിഗളം മാറ്റാൻ വേണ്ടി. നമുക്ക് തിരുവെഴുത്ത് അനേകം സംഭവങ്ങൾ കാണുവാനായിട്ട് കഴിയും. ദൈവം സാത്താനെ ഉപയോഗിക്കുന്നത് പല ദൈവികമായ പല കാര്യങ്ങളും ദൈവത്തിന്റെ ഇടപെടലുകളിലെല്ലാം സാത്താനെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്നത് പോലെ സാത്താൻ വെറുതെ നമ്മളെ കുത്തുകയോ സാത്താൻ നമ്മളെ തടയുകയോ ഒന്നും ചെയ്യുകയില്ല. ദൈവം തടയാം, പക്ഷെ ദൈവം അനുവദിക്കാതെ സാത്താന്റെ ഒരു പ്ലാനും നടക്കുകയില്ല. കാരണം സർവാധികാരി ദൈവമാണ്, സർവശക്തൻ ദൈവമാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് സാത്താൻ വരുന്ന ഒരു പ്രയോഗങ്ങളും നമ്മളുടെ മേൽ അത് ഫലിക്കയില്ല. കാരണം ദൈവം അനുവദിച്ചിട്ടല്ലാതെ ഒരു കാര്യങ്ങളും നമ്മുടെ മേൽ ഫലിക്കയില്ല. നമ്മള് 1 ശമൂവേലിനകത്ത് കാണുന്നുണ്ട്. 1 ശമൂവേൽ എടുക്കണ്ട, ഞാൻ ഒറ്റ വാക്യം വായിക്കുന്നുള്ളൂ, എടുക്കേണ്ട കാര്യമില്ല. 1 ശമൂവേൽ 16:14 കാണുന്നുണ്ട്. ആ ദൈവം അയച്ച ഒരു ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു എന്ന് പറയുന്നു. എന്തിനു വേണ്ട? ശൗലും അവിടെ നിഗളിച്ചു, അല്ലെ? ആ ഇസ്രയേലിന്റെ ആദ്യത്തെ രാജാവായിട്ട് ശൗലിനെ അഭിഷേകം ചെയ്ത് ആദ്യം ശൗല് ആദ്യം എങ്ങനെയാ പറഞ്ഞ ശൗമേല് ശൗലിനെ തിരക്കിയപ്പോഴേ എവിടെയായിരുന്നു? സാമാന്യങ്ങളുടെ കീഴിൽ ഒളിച്ചിരുന്ന ശൗലായിരുന്നു. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരല്ല, ഞാൻ സകല ഗോത്രങ്ങളിലും ചെറിയവനാണെന്നൊക്കെ പറഞ്ഞ ശൗല് അവസാനം എന്ത് പറ്റി? ഭയങ്കര നിഗളിയായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. തന്നെ അഭിഷേകം ചെയ്ത ശമൂവേൽ പ്രവാചകനെ ദ്വേഷിക്കുന്ന അവസ്ഥയിൽ വരെയായി, അല്ലെ? ആ യാഗം കഴിക്കാൻ തന്നെത്താൻ യാഗം കഴിക്കുന്ന അവസ്ഥയിലൊക്കെ ആയി. അതുകൊണ്ട് ശൗലിനെ ഇനി രാജ്യത്തെ തുടരുവാനായിട്ട് കർത്താവ് അനുവദിച്ചില്ല. അതുകൊണ്ട് ശൗലിനെ ഒരു ഭൂതാത്മാവിനെ ദൈവം ശൗലിന്റെ മേൽ അയക്കുകയാണ് ചെയ്തത്. നമ്മൾ 1 ശമൂവേൽ 16:14 ഇങ്ങനെ കാണുന്നു. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി, യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പം ദുരാത്മാവിനെ ആരാ അയച്ചത്? യഹോവ അയച്ചു. അപ്പം യഹോവയുടെ ആത്മാവ് ഉണ്ടായിരുന്നു ശൗലിന്റെ കൂടെ എല്ലാ കാര്യത്തിലും. ദൈവം അവനെ അഭിഷേകം ചെയ്ത സമയം മുതൽ ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും ആ ആത്മാവ് വിട്ടുമാറുകയും ദൈവം അയച്ച ഒരു ദുരാത്മാവ് ശൗലിനെ ബാധിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ ദുരാത്മാവ് ശൗലിനെ കുത്തുമ്പോഴൊക്കെയും കിന്നരവായനയിൽ നിപുണനായ ദാവീദിനെയാണ് അവിടെ ആ ശൂലത്തിന്റെ സമയത്ത് അത് വിട്ടുമാറുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ ശൗല് ദാവീദിനുമെതിരായി പ്രവർത്തിക്കുന്ന ഒരു ശൗലിനെയാണ് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ആഹാബിന്റെ 400 പ്രവാചകന്മാരുടെ വായിലും ദൈവം ദുരാത്മാവിനെ അയക്കുന്നു എന്ന് പറയാം. ഭോഷ്കിന്റെ ആത്മാവിനെ അയച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. 1 രാജാക്കന്മാർ 22-ന്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. 1 രാജാക്കന്മാർ 22-ന്റെ 22, 23. ഏതിനാൽ എന്ന യഹോവ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് രാജാക്കന്മാർ അന്ന് യുദ്ധത്തിന് പോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു. യഹോശാഫാത്ത് യെരുശലേമിലെ യഹൂദയിലെ രാജാവായ യഹോശാഫാത്തും യഹൂദയിലെ രാജാവ് ഇസ്രായേലിലെ രാജാവായ ആഹാബും കൂടെ യുദ്ധത്തിന് റാമോത്തിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം യഹോശാഫാത്ത് ദൈവത്തോട് ചേർന്ന് കിടന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ആഹാബ് എന്ന് പറയുന്നത് ബാലിനെ സേവിച്ചു കിടന്ന ഒരു ഇസ്രായേലിന്റെ രാജാവായിരുന്നാലും ബാലിനെ സേവിച്ചു കൊണ്ടിരുന്ന ഒരു രാജാവായിരുന്നു. അപ്പൊ ബാലിന്റെ 400 പ്രവാചകന്മാർ, അല്ലെ, ആഹാബിന്റെ സന്നിധിയിൽ 400 പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ യുദ്ധത്തിന് രാജാക്കന്മാരൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവാചകന്മാരോടൊക്കെ ദൂത് ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ 400 പ്രവാചകന്മാരും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ഒറ്റ കാര്യം തന്നെ പറഞ്ഞു, നീ പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പം യഹോശാഫാത്തിന് അത് വലിയ ഇഷ്ടമൊന്നും ആയില്ല. അത് ദൈവത്തെ സേവിക്കുന്ന യഹോശാഫാത്ത് അപ്പോൾ ആഹാബിനോട് ചോദിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പ്രവാചകന്മാരാരും ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ മീഖാവ് എന്നൊരു പ്രവാചകനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ആഹാബ് ആദ്യം തന്നെ പറയുന്നുണ്ട്, മീഖാവ് എനിക്ക് എതിരായിട്ടുള്ളതേ പറയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. എങ്കിലും ആദ്യം ഇച്ചിരി അനുകൂലമായിട്ട് പറഞ്ഞു. പക്ഷെ അനുകൂലമെന്ന് പറഞ്ഞത് അത് ശരിയായിരുന്നില്ല. ശരിയാണ് മീഖാവ് പറഞ്ഞത്. അപ്പോഴാണ് മീഖാവിനോട് ദൈവം ഇങ്ങനെ കാണിച്ചതായിട്ട് മീഖാവ് പറയുന്നുണ്ട്.
ആഹാബിന്റെ 400 പ്രവാചകന്മാരുടെ വായിലും ദൈവം ഭോഷ്ക് പറയുകയാണ് ചെയ്തത് ആഹാബ് പോകാൻ വേണ്ടി. കാരണം ആ സമയം ആ യുദ്ധത്തിൽ ആഹാബ് മരിക്കുകയാണ് ചെയ്ത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 1 രാജാക്കന്മാർ 22 22 23 വാക്യങ്ങളിൽ ഞാൻ വായിക്കാം. ഏതിനാൽ എന്ന് യഹോവ ചോദിച്ചതിന് അവൻ, ഞാൻ പുറപ്പെട്ട് അവന്റെ സകല പ്രവാചകന്മാരുടെയും ആഹാബിന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. ആകയാൽ ഇതാ യഹോവ ഭോഷ്കിന്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെ കുറിച്ച് അനർത്ഥം കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മീഖായവ പറഞ്ഞ്, കർത്താവ് നിന്നെ കുറിച്ച് അനർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭോഷ്ക് അയച്ചിട്ട് അവര് ഭോഷ്കാണ് ആഹാബിനോട് പറഞ്ഞ, നീ പോയി സുഖമായിട്ട് നീ യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുന്നത്. പക്ഷെ ഒരിക്കലും ആഹാബ് തിരിച്ചു വന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഭോഷ്കിന്റെ ആത്മാവിനെ ആണ് കൊടുത്തത് എന്ന് നമുക്കവിടെ വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇയ്യോബിന്റെ ജീവിതത്തിലും ദൈവം സാത്താനെ അനുവദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ദൈവം ഇയ്യോബിനെ തൊടാൻ വേണ്ടി സാത്താനെ അനുവദിക്കുന്നതാണ് ചെയ്തത്. പക്ഷെ ജീവനെ മാത്രം എടുക്കരുതെന്ന് പറഞ്ഞു, ജീവനെ തിരിച്ചു കൊടുത്തു. പക്ഷെ ദൈവം അവസാനം ഇയ്യോബിന് ഇരട്ടിയായിട്ടെല്ലാം തിരിച്ചു, ഈവൻ മക്കളെ പോലും ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം നമ്മൾ പഴയ നിയമത്തിലൊക്കെയാണ് ഇതൊക്കെ കണ്ടത്. ഇനി പുതിയ നിയമത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലും ഉണ്ട് അല്ലെ. ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 5-ന്റെ 3-ഉം 4-ഉം ഒന്ന് വായിക്കാം. നമ്മൾ പഠിച്ചതല്ലേ 1 കൊരിന്ത്യർ 5-ന്റെ 3-ഉം 4-ഉം. ഞാനോ ശരീരം കൊരിന്ത സഭയിലെ ദുർനടപ്പ് ഉണ്ടായിരുന്നപ്പോ ആ ദുർനടപ്പ് ചെയ്ത ആ മനുഷ്യനെ കുറിച്ച് പൗലോസ് പറയുന്നതാണ്. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച്. നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ട ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. അപ്പൊ പുതിയ നിയമത്തിലുണ്ട് സാത്താനെ ഏൽപ്പിക്കുക. വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളതെല്ലാം പഠിച്ചതായിരുന്നല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെ ദൈവം അനുവദിക്കും, സാത്താനെയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് ദൈവം അനുവദിക്കും. അത് ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് മാത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഓക്കെ. എന്താണ് ദൈവം ഇങ്ങനെ സാത്താനെ ഏൽപ്പിക്കുക അല്ലെ സാത്താനെ ഉപയോഗിക്കുവാൻ കാരണമായിട്ട് ഒന്ന് ചില കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, നമ്മുടെ ശിക്ഷയ്ക്കായിട്ടായിരിക്കും. നമ്മൾ തെറ്റ് ചെയ്താൽ, ഇപ്പം ശൗലിന്റെ ജീവിതത്തില് ശൗല് തെറ്റ് ചെയ്തപ്പോ ശിക്ഷയ്ക്കായിട്ട്, അതുപോലെ തന്നെ ആഹാബിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. പിന്നെ രണ്ടാമത് കാര്യം നമ്മൾ പറഞ്ഞ നിഗളിക്കാതിരിക്കാൻ, പൗലോസിനെ പോലെ നിഗളിച്ചു പോകാതിരിക്കാൻ. അനേകം ദർശനങ്ങളും വെളിപ്പാടുകളും കിട്ടുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും അത് നോർമലാണ് നിഗളിക്കുക എന്നുള്ളത്. നോർമൽ എന്ന് പറഞ്ഞാൽ അത് നിഗളിക്കാനായിട്ട് ഇടയായി തീരും. അത് മനുഷ്യ സഹജമാണ് അത്. അതുകൊണ്ട് നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചു. അത് ദൈവപ്രവൃത്തിയുടെ ദൈവപ്രവൃത്തിയുടെ നിവർത്തിക്കായി. കാരണം പൗലോസിലൂടെ ദൈവം ഒരു വലിയ പ്രവൃത്തി ദൈവം പൗലോസിലൂടെ കണ്ടിരുന്നു, ദൈവരാജ്യം മഹത്വത്തിനായി. അങ്ങനെയുള്ള പ്രവൃത്തി നിവർത്തിക്കണം. അതുകൊണ്ടാണ് വെളിപ്പാടുകളെയും ദർശനങ്ങളും ആധിക്യം പൗലോസിന് ഉണ്ടായത്. എല്ലാം പൗലോസ് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിക്കുന്നത് മുഴുവൻ അല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഏത് സമയത്തും നിഗളിച്ചു പോകാൻ ഉണ്ട്. പക്ഷെ പൗലോസിനെ കുറിച്ച് ദൈവം ഒരു ഉദ്ദേശമുണ്ട്. അത് നിവർത്തിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു ബാലൻസിൽ പൗലോസിനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ശൂലം പൗലോസിന് കൊടുത്തത്. പിന്നെ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കായി അല്ലെ, നമ്മളുടെ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കായിട്ട് നമ്മൾ എങ്ങനെ വിശ്വാസത്തിൽ ഇരിക്കുന്നു നമ്മെ തന്നെ ചിലപ്പോ ഒന്ന് ശോധന ചെയ്യാനുണ്ട്. കാരണം നമ്മള്
ശിമോനോട് പറയുന്നത്, ശിമോനെ നിന്നെ പാറ്റിക്കളയും പിശാച് ഗോതമ്പ് പോലെ പാറ്റേണ്ട എന്നോട് ചോദിച്ചു, പക്ഷെ നിന്റെ വിശ്വാസം പൊയ്യാതിരിക്കാൻ ഞാനത് അനുവദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന കർത്താവിനറിയാം, നമുക്ക് പക്ഷെ കർത്താവിനറിയാം നമ്മുടെ വിശ്വാസം എത്രയാണെന്ന്. പക്ഷെ നമുക്ക് ചിലപ്പോഴും അറിയത്തില്ല. നമ്മൾ വിചാരിക്കും വലിയ വിശ്വാസം നമുക്കുണ്ട്, നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകലെന്ന്. പക്ഷെ ഒരു പരിശോധന വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇത്രയൊക്കെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? അതുകൊണ്ട് നമ്മളുടെയും വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കായി ദൈവം അങ്ങനെ തരാനായിട്ട് ഉണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യവും നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടി വരുന്നതിനനുസരിച്ച്, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു മെസ്സേജ് ഇങ്ങനെ കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ രാവിലത്തെ മെസ്സേജാണ്. ഒരു ദിവസം ഇങ്ങനെ കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. ഡെയിലി ഡിവോഷനിലെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഓർമ്മയില്ല. എനിവേ, നമ്മളെ കനാന്യ സ്ത്രീയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ പോയി തന്റെ മകൾ സൗഖ്യമാകാൻ വേണ്ടി യാചിച്ച ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആളുകളെ തേടിയായിരുന്നു അതിനൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട്, മക്കളുടെ മാംസം എന്താ പറയുന്നത്, പട്ടിക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് യജമാന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകളും പട്ടിക്കുട്ടികളൊക്കെ ഭക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ദേവദാസൻ പറഞ്ഞൊരു കാര്യമാണ്, ആ യേശുവിനോട് സംസാരിക്കാൻ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. കഥകളൊക്കെ ഞാൻ ചിലപ്പം കയ്യിന്നൊക്കെ ഇട്ട് പറയുന്നതായിരിക്കും. അപ്പം അത്രത്തോളം സന്ദർഭങ്ങളിലൂടെ അത്രയും നേരം ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ അവളുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തതെന്നാ പറയുന്നത്. കർത്താവ് അതിന് കാരണമായി തീർന്നു അവളുടെ വിശ്വാസം വർദ്ധിക്കുക. അത്രയും നേരം കർത്താവിനോട് കൂടെ ഇരുന്നപ്പോൾ ആദ്യം കർത്താവ് നിശബ്ദമായിരുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങളിലൊക്കെ കഴിയുമ്പോൾ അവളുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. കാരണം കർത്താവ് കൊടുത്തതാണ് ആ വിശ്വാസം അവൾക്ക് മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആദ്യമേ ചിലപ്പോൾ അവൾക്ക് നിന്റെ മകൾ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അത്രയും വിശ്വാസം കാണത്തില്ല എന്നായിരിക്കും. ആ ഒരു ദൈവത്തെ അത്ര മുറുകെ പിടിക്കാനുള്ള കാര്യം ഇല്ലായിരിക്കാം. പക്ഷെ അവള് പറയുകയാണ്, പിന്നെ എന്റെ മകൾ സൗഖ്യമായേ ഞാൻ ഇവിടെ പോകത്തുള്ളൂ. കാരണം അവളോട് അവസാനം കർത്താവ് പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന്റെ കാഠിന്യത്തേക്ക് അവൾ ആകുവാനായിട്ട് കാരണമായി തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവം ഓരോ അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പം എല്ലാം നാം പരമാധികാരിയെ ദൈവത്തിനറിയാം നാം എങ്ങനെ ആയിരിക്കണമെന്നും. ഇപ്പൊ നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മെ കൊണ്ടുവരണമെങ്കിൽ ദൈവം ചില പരീക്ഷകളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നു വരും. കാരണം ഈ നമ്മള് പൊന്ന് ഉരുക്കുന്നതിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. ആ ഒരു പൊന്ന് അത്ര കഠിനമായ തീയിൽ കൂടെ കടന്നു പോയാൽ മാത്രമേ ആ ശോധന ചെയ്ത് പുറത്ത് ആ ഉണ്ടാക്കുന്ന ഗോൾഡ് സ്മിത്തിന്റെ ഇമേജ് അതിൽ കാണണം. അങ്ങനെ ആയി തീർന്നാൽ മാത്രമേ അത് നല്ലവണ്ണം ശുദ്ധിയുള്ളതായി കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ കർത്താവിന്റെ ഇമേജ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ദൈവം നമ്മെ അങ്ങനെയുള്ള പരിശോധനകളിലും പ്രതികൂലങ്ങളിലൂടെയൊക്കെ ദൈവം കടത്തിവിടും. ദൈവത്തിന്റെ ഒരു കൃപയ്ക്കായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. പകുതിയിട്ട് നമ്മളെ വിടുന്ന ദൈവമല്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അവസാനം കർത്താവിന്റെ ഇമേജ് നമ്മളിൽ കാണുവാൻ വേണ്ടിയിട്ട് ദൈവം അങ്ങനെയൊക്കെ നമ്മെ പരിശോധനകളിലൂടെ കടന്നു വിടേണ്ടി വരും. ഓക്കെ, അനുവദിക്കും ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് 9-ാമത്തെ വാക്യം വായിക്കാം. അവൻ എന്നോട്, പൗലോസ് പറഞ്ഞു, ഈ ശൂലം എന്നെ വിട്ടു നീങ്ങേണ്ട ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു എന്ന് പറയുന്നു. അപ്പം അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ദൈവം മറുപടി കൊടുത്തല്ലേ. ദൈവം ശൂലം നീക്കുകയല്ല ചെയ്തത്, ആ ശൂലത്തെ അതിജീവിക്കാനുള്ള കൃപ കൊടുത്തു. ഇംഗ്ലീഷിൽ പറയുന്ന മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. അപ്പൊ തന്റെ ബലഹീനതകളിൽ തനിക്ക് മതിയായ കൃപ ദൈവം പകർന്നു കൊടുത്തു. പൗലോസ് ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ മനസ്സിലായത്. കാരണം പൗലോസ് ഇത്രയും ടഫായിട്ടുള്ള മനുഷ്യനെ ഇറ്റ്സ് ഓക്കെ എന്നും പറഞ്ഞിട്ട് പൗലോസ് പോയി കാണും. പക്ഷെ ആദ്യമൊക്കെ പോയി കാണും. പക്ഷെ അത് തുടർച്ചയായിട്ട് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ തനിക്ക് നിവർത്തിയില്ല എന്ന് പൗലോസിന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. കാരണം നമ്മൾ 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്,
ഒത്തിരി കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലൂടെ എന്ത് ആപത്തുകളിലൂടെ കടന്നു പോയ ഒരു മനുഷ്യനാണ്. എന്നിട്ട് പോലും ഈ ശൂലം തന്റെ കുത്തിക്കൊണ്ടിരുന്നപ്പോൾ തനിക്കത് സഹിക്കാൻ വയ്യാതായിരുന്നു. അപ്പൊ ആ ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ, ആ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഇല്ലെങ്കിൽ തനിക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാകുവാനായിട്ട് തീർന്നു. അപ്പൊ ആ ബലഹീനതകളിലെല്ലാം മുമ്പോട്ട് പോകാനുള്ള ഒരു വലിയൊരു ദൈവകൃപ ദൈവം കൊടുത്തു. കാരണം നമ്മളും അതുപോലെ തന്നെ നമ്മള് വീക്ക് ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ എങ്ങനെങ്കിലും ഒക്കെ അങ്ങ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞങ്ങ് പോകും. പക്ഷെ നമ്മൾ ദൈവത്തിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സിനെ എല്ലാം ദൈവം അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് മാറ്റും. നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ കൃപ നമ്മളുടെ മേൽ വ്യാപരിക്കാൻ ഇടയായിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് സമർപ്പിക്കാത്തത്? നമ്മൾ ശക്തരാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടാണ് മിക്കവാറും ആ കൃപ നമുക്ക്, ആ ഒരു ശക്തി നമുക്ക് ലഭിക്കാത്തത്. നമ്മൾ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, കർത്താവേ എനിക്ക് ഇത്രത്തോളമേ ഉള്ളൂ ശക്തിയുള്ളൂ, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആ ഒരു വലിയൊരു കൃപയും ശക്തിയും നൽകി. ഇവിടെ പൗലോസിനും അതാണ് സംഭവിച്ചത്. പല പ്രാവശ്യം പൗലോസ് ആ ശൂലം നീങ്ങി പോകാനായിട്ട് പ്രാർത്ഥിച്ചു. എത്രയോ പേരെ സൗഖ്യമാക്കിയ പൗലോസ്, മരിച്ചവരെ ഉയർപ്പിച്ച പൗലോസ്, എന്നിട്ടും ഈ ശൂലം പൗലോസിനെ മാറാതെ ഇരുന്നപ്പോ പൗലോസ് ആ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായും അങ്ങ് ക്ലിങ് ചെയ്യേണ്ട ഒരു അനുഭവമായി മാറി. കാരണം ഇത് ഒരിക്കലും മാറുന്നതല്ല, ഇത് കൂടെ കുത്തിക്കൊണ്ടേയിരിക്കുന്ന സാധനം. അതിന് ആ ദൈവത്തിന്റെ കൃപയില്ലാതെ പൗലോസിന് നീങ്ങുവാനായിട്ട് കഴിയുകയില്ല. അപ്പം നമ്മള് ചിലപ്പോൾ വലിയ ഭാരങ്ങളൊക്കെ അല്ലെ നമ്മൾ പറയാം, ഒരു ഭാരങ്ങളൊക്കെ ഒരു ചുമലിൽ വെച്ചുകൊണ്ട് പോകുന്ന ആൾക്കാണെങ്കിൽ ആ ഭാരം മറ്റുള്ളവർക്ക് മാറ്റുവാനായിട്ട് ചിലപ്പോൾ എടുത്ത് മാറ്റുവാൻ കഴിയാന്നായിരിക്കും. പക്ഷെ ആ തളർന്നിരിക്കുന്ന ചുമല് പിന്നെയും തളർന്നുകൊണ്ടേയിരിക്കും, വേദന എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ആ ഭാരം അങ്ങോട്ട് മാറ്റുന്നതിന് പകരം ആ ചുമലിനൊരു ഒരു ബലം പകർന്നു കഴിഞ്ഞാല് ആ ഷോൾഡർ ബലമായി ഇരിക്കുക, ആ ഭാരം തുടർന്നുകൊണ്ട് പോകുവാനായിട്ടും കഴിയും അല്ലെ. അതുപോലെ തന്നെ പൗലോസിന് ഇവിടെ പറ്റി ആ ഒരു ബലഹീനതകളിൽ കർത്താവിന്റെ കൃപ പകർന്നപ്പോൾ ആ ബലഹീനതകളും ആ ശൂലം തുടർന്നുകൊണ്ട് കുത്തിക്കൊണ്ടിരുന്നപ്പോഴും പൗലോസ് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കൃപ ഇരുന്നു. അതുപോലെ നമ്മുടെ ചുമലിൽ പലപ്പോഴും ഭാരങ്ങൾ വരാറുണ്ട്. പക്ഷെ ആ ഭാരം പലപ്പോഴും കർത്താവ് എടുത്തു മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചുമൽ എപ്പോഴും അത് ബലഹീനമായിരിക്കും. പക്ഷെ ആ ചുമലിനെ കർത്താവ് ഒന്ന് ബലപ്പെടുത്തുകയാണെങ്കിൽ ആ ഭാരത്തെ എപ്പോഴും നമുക്ക് ചുമന്നുകൊണ്ട് പോകാനായിട്ട് കഴിയുക. അപ്പൊ ആ കർത്താവിനെ രണ്ടും ചെയ്യുവാനായിട്ട് കഴിയും. ഭാരത്തെ എടുത്തു മാറ്റുവാനും കഴിയും, ചുമലിനെ ബലപ്പെടുത്തുവാനും കഴിയും. നമ്മൾ എന്തോ ആഗ്രഹിക്കുന്നത് ഭാരത്തെ എടുത്തു മാറ്റണമെന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷെ കർത്താവ് എന്റെ ചുമലിനെ ഒന്ന് ബലപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇതിലും വലിയ ഭാരത്തെ, ചെറിയ ഭാരമായിരിക്കും ആദ്യം ഉണ്ടാവുന്നത്, പക്ഷെ കുറച്ച് കഴിഞ്ഞാലും വലിയ ഭാരം ഏറിയാലും ആ ഭാരത്തെ നമുക്ക് മുമ്പോട്ട് എടുക്കുവാനുള്ള ഒരു ശക്തി, അത് നമ്മുടെ ശക്തി അല്ല. കാരണം നമ്മുടെ ശക്തിയിൽ നമുക്ക് ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു ഭാരവും നമുക്ക് എടുക്കുവാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞ അത്യന്ത ശക്തിയാണ്, അത് ഏത് ഭാരത്തെയും ചുമക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ തന്റെ കൊടിയ ബലഹീനതകളിലും പൗലോസിന്റെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ട്, അപ്പം കൊടിയ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അത്യന്തമായ ദൈവത്തിന്റെ ശക്തിയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇനി ആ വേർഡ്സിലേക്ക് നമുക്ക് പോകാം. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. അപ്പൊ ആരാണ് അതിന്റെ ഉറവിടം? ദൈവമാണ് അതിന്റെ ഉറവിടം അല്ലെ. ആ ദൈവം ഉറവിടമാകുമ്പോഴേ അത് ദൈവത്തിൽ നിന്നുള്ള കൃപയാ അല്ലെ. ആ കൃപയുടെ ഉറവിടം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. മനുഷ്യരാകുമ്പോൾ മനുഷ്യൻ മാറിപ്പോവും, മനുഷ്യന്റെ വാക്കുകൾ മാറിപ്പോവും, എല്ലാം മാറിപ്പോവും. പക്ഷെ ദൈവം എന്ന് പറയുന്ന മാറ്റമില്ലാത്ത ദൈവമായതുകൊണ്ട് ആ കൃപയ്ക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. എന്റെ ബലഹീനതകൾ കൂടുന്നതനുസരിച്ച് എന്നിലുള്ള ആ ദൈവത്തിന്റെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ. അങ്ങനെയാണ്, ഒരു പരിധികളില്ലാത്ത കൃപയാൽ ദൈവം നിറയ്ക്കുക. അതിന്റെ ഉറവിടം ദൈവമായതുകൊണ്ട്. ഗ്രേസ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് കൃപ എന്ന് പറയുന്നത്. ഗോഡ്സ് ലവ് ഇൻ ആക്ഷൻ. ഒരു ഗ്രേസിന്റെ ഒരു അക്രോണിമം നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത് ഗോഡ്സ് റിച്ചസ് ഇൻ ക്രൈസ്റ്റ് എക്സ്പെൻസ് എന്ന് നമ്മൾ വായിക്കുവാനായിട്ട് കഴിയും. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഗോഡ്സ് റിച്ചസ് ഇൻ ക്രൈസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുവാനായിട്ട് കാരണം? ക്രിസ്തുവിൽ
ആണ് നമുക്ക് ഈ കൃപ ലഭിക്കുന്നത്. നമുക്ക് ഈ കൃപയെല്ലാം കിട്ടാനായിട്ട് കാരണമായി തീർന്ന ക്രിസ്തുവിന്റെ കാൽവറി യാഗമാണ്. ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട നമ്മൾക്ക് മാത്രം കിട്ടുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഈ ഭൂമിയിലെ വേറൊരു മനുഷ്യനും കിട്ടാത്തൊരു സംഭവമാണ് ദൈവത്തിന്റെ മക്കൾക്കുള്ളത്. അതെല്ലാം നമുക്ക് നേടിത്തന്നത് ക്രിസ്തുവിന്റെ രക്തത്താലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗോഡ്സ് റിച്ചസ് ഇൻ ക്രൈസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. കർത്താവിന്റെ കാൽവറി മരണത്താൽ കിട്ടിയതാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന കൃപയിൽ ആരംഭിച്ച് കൃപയിൽ അവസാനിക്കുന്നതാണ്, അല്ലെ? അങ്ങനെ തന്നെ പറയണം നമ്മൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ആ ദൈവത്തിന്റെ കൃപയാലാണ് നാം മക്കളായി തീർന്നത്. കൃപയിൽ ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവമക്കളായി നിലനിൽക്കാനും കാരണം വിശ്വാസം മൂലം ദൈവം നമ്മളെ ഇപ്പോഴും ദൈവത്തിന്റെ മക്കളായി തുടരുവാൻ അനുവദിക്കുന്നു, അല്ലെ? ഇനി അതുപോലെ തന്നെ ഇനി നമ്മുടെ തേജസ്കരണം വരെ ആ കൃപ ദൈവത്തിന്, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നത് വരെയും ദൈവത്തിന്റെ കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ കൃപയിൽ നിന്ന് ആരംഭിച്ച് കൃപയിൽ അവസാനിക്കത്തില്ല, പിന്നെയും വലിയ അത്യന്തമായ കൃപയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പൊ കൃപയിൽ തുടങ്ങുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ മൈ ഗ്രേസ്, എന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. അതിന് പരിമിതികളില്ല, ഒന്നുമില്ല. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത് എന്റെ കൃപ നിനക്ക് മതിയാന്ന് പറഞ്ഞ്. ഞാൻ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപ. 1 കൊരിന്ത്യർ 15 പറയുന്ന കൃപയുടെ അപ്പോസ്തലനാ പൗലോസ്. ദൈവത്തിന്റെ കൃപ എന്റെ മേൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതല്ലേ. അതിനുള്ള അവന്റെ കൃപ വ്യർത്ഥമായിട്ടുമില്ല. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവേ നിന്റെ കൃപയാലാണ് ഞാൻ ആയിരിക്കുന്നത്, എന്നുള്ള നിന്റെ കൃപ വ്യർത്ഥമാകാത്തത് കൊണ്ടാണല്ലോ ഞാനും ഇന്നും നിന്റെ പൈതലായി ജീവിക്കാനായിട്ട് കൃപയായിട്ട്. ഏത് നിമിഷവും പൊട്ടിപ്പോകാമോ എന്ന കളിമൺ പാത്രങ്ങളാ നമ്മളല്ലേ. ആ കളിമൺ പാത്രങ്ങളെ ഇത്രത്തോളം ബലത്തോടെ കർത്താവ് നിർത്തണം എന്ന ദൈവത്തിന്റെ കൃപയാലാണ്. ഇനി മൂന്നാമത് ഈസ്, മൈ ഗ്രേസ് ഈസ്. നമ്മൾ നോക്കിയേ, ആ ഈസ് എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് ടെൻസ് ആയല്ലേ. അത് വാസ് ആയിരുന്നില്ല, അത് വിൽ ആയിരുന്നില്ല, അത് വിൽ ബി ഒന്നും ആയിരുന്നില്ലല്ലോ. മൈ ഗ്രേസ് വിൽ ബി എന്നല്ല, മൈ ഗ്രേസ് ഈസ്. അത് കണ്ടിന്യൂസ് ആ. ഓരോ ദിവസവും ഓരോ നിമിഷവും അത് തുടർന്നു കൊണ്ട് പോകുന്നതേ ആണല്ലേ. അപ്പൊ ആ എല്ലാ പ്രതിസന്ധികളിലും വർദ്ധിച്ചു വരുന്നതായ കൃപ. അപ്പൊ സഫിഷ്യന്റ്, നമുക്ക് ആ കൃപ മതി, വേറെ ഒന്നും വേണ്ട. എല്ലാ പ്രതിസന്ധികളിലും അത് കണ്ടിന്യൂസ് ടെൻസിൽ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പോലെ നമ്മളെ ജീവിതം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതുവരെ ദൈവത്തിന്റെ കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതിന്റെ ഉറവിടം കർത്താവാണ്. വേറെ മനുഷ്യരാണെങ്കിൽ മനുഷ്യർ മരിച്ചു പോയാൽ അത് പോകും, മനുഷ്യരുടെ ബലഹീനതാകുമ്പോൾ അത് പോകും, മനുഷ്യ രോഗികളാകുമ്പോൾ അതെല്ലാം പോകും. ഇത് കർത്താവിന്റെ ആയതുകൊണ്ട്, കർത്താവിന് മരണമില്ലാത്ത ദൈവമോ മാറ്റമില്ലാത്ത ദൈവമോ, അതുകൊണ്ട് എന്നും പൊയ്ക്കൊണ്ടേയിരിക്കും. ഇനി മതി ഈസ്. ഇനി സഫിഷ്യന്റ് ഗ്രേസ് ആണ്. അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും മതിയായി. എത്ര വലിയ കഠിന ശോധനകളാണേലും ആ ശോധനകൾക്കും മതിയായ ഒരു കൃപയാണ്. മനുഷ്യരാകുമ്പോൾ മനുഷ്യരുടെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള കൃപയും അല്ലെങ്കിൽ സഹായമേ കിട്ടത്തുള്ളൂ. ദൈവമാകുമ്പം ദൈവത്തിന് എബിലിറ്റിക്ക് ഒരു പരിധികളും ഒന്നുമില്ല. വിശാലമായത് ആകാശം ദൈവത്തിന്റെ കൈവേലയെ വർണ്ണിക്കുന്നതല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്. പക്ഷെ ഒരു ഒറ്റ വാക്കുകൊണ്ട് ആകാശം ഭൂമി നിർമ്മിച്ച ദൈവം, ആ ദൈവത്തിന് ഒരു പരിധികളും ഇല്ല, അതിന് ഒരു ബലം ശോഷിക്കുന്നതുമല്ല. അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ കൃപ പോരാ നമുക്ക് നാളെ ജീവിക്കാനായിട്ട്. ഇന്നത്തെ പ്രതിസന്ധികളുടെ കൃപ പോലെ നാളത്തെ പ്രതിസന്ധികൾക്ക് നമുക്ക് ആകാനായിട്ട്. അതുകൊണ്ട് നമ്മളുടെ ഓരോ ജീവിതത്തിന്റെ പ്രതിസന്ധികളാണേലും ഓരോ ദിവസമാണെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണേലും അത് എന്തായാലും പ്രതിസന്ധികൾ വേണമെന്ന് നിർബന്ധമില്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കൃപ അത് എവിടെ ആയിരുന്നാലും ഓരോ ദിവസവും അത് പെരുകിക്കൊണ്ടേയിരിക്കുന്നതാണ്. അത് ആ ഒരു പരിമിതികളില്ലാത്ത ഒരു കൃപയാണ്. സഫിഷ്യന്റ് ഗ്രേസ്, അത് മതിയായ കൃപയാണ്. അത് ഇനി പറയുന്നു നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ഇന്ന് വായിക്കുന്ന നമ്മോടും ദൈവം പറയുന്ന മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ, എന്നോടും നിങ്ങളോടും എല്ലാം ദൈവം പറയുന്ന, പൗലോസിന് മാത്രം മതിയെന്നും പറഞ്ഞല്ല അവിടെ എഴുതിയിരുന്നത്, എന്റെ കൃപ നിനക്ക് മതി. അപ്പൊ എന്റെ കൃപ പൗലോസിന് മാത്രം മതിയെന്ന് അവിടെ അല്ല എഴുതി, എന്റെ കൃപ നിനക്ക് മതിയെന്ന് എഴുതി വെച്ചപ്പോ അത് ദൈവം വചനം എഴുതിയ പരിശുദ്ധാത്മാവ് പൗലോസിന് മാത്രം മതിയെന്ന് എഴുതി വെച്ചില്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്റെ കൃപ നിനക്ക് മതി. കാരണം ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വായിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി
ഉള്ളതാണ്. അപ്പൊ അത് ഉറവിടം ദൈവമാണ്. അത് കൃപയാണ്. അത് ദൈവത്തിന്റെ കരുണയാണ്. അതൊരിക്കലും നശിക്കുന്നില്ല. അത് കണ്ടിന്യൂസ് ആണ്. എപ്പോഴും ഉള്ളതാണ്. അത് മതിയായതാണ്. അത് നമ്മളുടെ ഏത് പ്രതിസന്ധികളിലും നമുക്ക് ധൈര്യവും ബലവും ശക്തിയും പകരുന്നതാണ്. അതിനൊരു പരിമിതികളില്ല. അത് നമ്മൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കൃപ. ഇനി ജനിക്കാൻ പോകുന്നവർക്ക് ഇത് വായിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ആ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ പൗലോസിന്റെ ശൂലം എന്താണെന്ന് ദൈവാത്മാവ് അവിടെ പൗലോസിനെ കൊണ്ട് എഴുതിപ്പിച്ചില്ല. പൗലോസിന് സുഖമായിട്ട് എഴുതാമായിരുന്നു അല്ലേ, എന്റെ ശൂലം എന്താണെന്ന്. പക്ഷെ ആ ശൂലത്തിന് വേണ്ടിയേ ഉള്ള കൃപ എന്ന് നമ്മൾ പറയത്തുള്ളൂ അല്ലേ. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് ശൂലമായാലും ഏത് പ്രതിസന്ധി ആണെങ്കിലും ഇവിടെ ശൂലത്തിന്റെ പേര് എഴുതാത്തത് കൊണ്ട് ലോകത്തിൽ ലോകത്തിലെ ദൈവത്തിന്റെ മക്കൾക്കുള്ള ഏത് ശൂലമായാലും ഏത് പ്രതിസന്ധി ആയാലും അതിന്റെ മുകളിലെല്ലാം ദൈവത്തിന്റെ കൃപയുണ്ട്. അപ്പം പൗലോസിന്റെ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ പറയുന്നു അതിനു വേണ്ടിയുള്ള കൃപയായി അല്ല. ഇത് ഏത് ശൂലം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആ ശൂലങ്ങൾക്കെല്ലാം മതിയായ കൃപയാണ്. അപ്പൊ ആ ഒരു പൗലോസിനോടുള്ള ദൈവത്തിന്റെ ഒരു ആൻസർ ആയിരുന്നു എങ്കിലും ഇത് നമ്മോടുമുള്ള ദൈവത്തിന്റെ ഒരു ആൻസർ ആണ്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന നമ്മുടെ പരിശോധനകളും പൗലോസിനിപ്പം പൗലോസിന്റെ കഷ്ടതകളും എന്താ പറയുന്നത് പരിശോധനകളെല്ലാം ദൈവത്തിന് നീക്കി കൊടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ നീക്കി കൊടുക്കാമായിരുന്നെങ്കിൽ പൗലോസിന് അങ്ങനെ ഒരു ആൻസർ ആയിരുന്നില്ല കിട്ടുന്നത്. ആ ആൻസർ ഇന്നും നമുക്കും പ്രയോജനപ്പെടുവാനായിട്ടാണ് ദൈവാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ദൈവത്തിന്റെ സാഹിത്യം പൗലോസ് ആ ശൂലം മാറിപ്പോകുന്നതിനേക്കാൾ അധികമായി ദൈവത്തിന്റെ ഒരു കരുതലും ഒരു സഹിത്വവും ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാനായിട്ട് പൗലോസ് എപ്പോഴും ആ ദൈവത്തിന്റെ ആ പ്രസൻസിൽ എപ്പോഴും ഇരിക്കാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചു അല്ലെ. പൗലോസിന് ഈ മറുപടി തൃപ്തിയാണോ? പൗലോസിനെ സാറ്റിസ്ഫൈഡ് ആക്കിയോ ഈ മറുപടി എന്ന് പറയുന്നത്? നമുക്ക് കാണാൻ കഴിയും യെസ് അല്ലേ. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത് ആകെ അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനത പ്രശംസിക്കാം. അപ്പൊ പൗലോസിന് ആ ആൻസർ അങ്ങ് ഇഷ്ടമായി അല്ലെ. നമുക്കായിരിക്കും ചിലപ്പം അത് മാറി കിട്ടട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കായിരിക്കും. പക്ഷെ പൗലോസിന് ആ ആൻസർ ഇഷ്ടമായി. കാരണം ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കണം, ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനം പ്രശംസിക്കാം. പൗലോസ് പറഞ്ഞു ഇനി ഇത് മാറ്റിയൊന്നും വേണ്ട, അവിടെ തന്നെ ഇരുന്നോട്ടെ, ദൈവത്തിന്റെ ശക്തി എനിക്ക് കാണുവാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു വലിയൊരു ദൈവത്തിന്റെ സാഹിത്യവും ദൈവത്തിന്റെ പ്രസൻസും പൗലോസിന് അനുഭവിക്കാൻ കഴിയുന്നതാണ് തന്റെ ബലഹീനതകൾ മാറുന്നതിനേക്കാളും അധികമായി പൗലോസ് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ലോകത്തിന്റെ ഒരു തത്വം എന്ന് പറയുന്നത് ഈ മാറുവാൻ കഴിയാത്തത്, സൗഖ്യമാകുവാൻ കഴിയാത്ത രോഗങ്ങളെയൊക്കെ സഹിക്കുക എന്നാ പറയുന്നത്. സഹിച്ചേ പറ്റത്തുള്ളൂ അല്ലെ. നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാത്ത കഷ്ടപ്പാടുകളെയൊക്കെ നമ്മൾ സഹിച്ചേ ഒക്കത്തുള്ളൂ അല്ലെ. അങ്ങനെയാ ലോകത്തിന്റെ തത്വം. പക്ഷെ ദൈവത്തിന്റെ തത്വം അങ്ങനെ, ദൈവത്തിന്റെ മക്കൾക്കുള്ള തത്വം അങ്ങനെയല്ല. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എന്താ പറയുന്നത്? ഞാൻ അതിസന്തോഷത്തോടെ ഇരിക്കുമെന്ന്. കർത്താവ് എന്റെ ബലഹീനതകൾ തുണ നിൽക്കുമ്പോൾ എന്റെ ആ ശൂലം എനിക്ക് ഞാൻ സഹിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുകയല്ല. ഞാൻ ആ ശൂലത്തിന് നടുവിലും അതിസന്തോഷത്തോടെ ഇരിപ്പാൻ ദൈവം എനിക്ക് കൃപ തരുന്നു എന്നുള്ളതല്ലേ. അപ്പൊ ഈ ദൈവത്തിനെ സൗഖ്യമാക്കാൻ കഴിയാത്തതെന്നല്ല, ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും. എങ്കിലും ചില കാര്യങ്ങളെ ദൈവം സൗഖ്യമാക്കത്തില്ല. പൗലോസ് പറയാ ദൈവത്തിന് ഇപ്പൊ എന്നെ അതിൽ നിന്ന് സൗഖ്യമാക്കുവാൻ ദൈവത്തിന് മനസ്സില്ല എങ്കിലും, അല്ലെ ദൈവത്തിന് അതിന് ആഗ്രഹമില്ല എങ്കിലും അതിലും ഞാൻ സന്തോഷിക്കുന്നു. കാരണം എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അറിയുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ആ പ്രസൻസ് ഞാൻ എപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്ന് പറയും. ശൂലം കുത്തുമ്പോഴൊക്കെ പൗലോസ് പറയും കർത്താവേ നീ എന്നോട് കൂടെ ഉണ്ടല്ലോ അല്ലേ, എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് പൗലോസ് പറയാനായിട്ട് പൗലോസിന് ഇടയായി തീർന്നു. അല്ലെങ്കിൽ ശൂലം മാറിപ്പോയായിരുന്നെങ്കിൽ അത്രത്തോളം കർത്താവിനെ വിളിക്കത്തില്ലായിരുന്നു അല്ലെ. ഡിപ്പെൻഡഡ് ആകുവാനായിട്ട് പൗലോസിന് ഇടയായി തീർന്നു. അപ്പം അങ്ങനെയല്ലേ നമ്മള് എന്താ പറയുന്നത്, കർത്താവിന്റെ മക്കൾക്ക് സന്തോഷിക്കാനായിട്ട് അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ദൈവത്തിന്റെ സന്ധിയിൽ സന്തോഷ പരിമളതയും അവന്റെ വലതുഭാഗത്തു നിന്നും പ്രമോദങ്ങളും ഉണ്ടെന്ന് നമ്മള് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പൗലോസിന്
കംപ്ലീറ്റ്ലി ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യാതല്ലാതെ ജീവിക്കാൻ കഴിയത്തുള്ള അവസ്ഥയിൽ ആയി തീർന്നു. കാരണം അത് നീങ്ങിപ്പോകത്തില്ല. ഒരിക്കലും നീങ്ങിപ്പോകുന്നതല്ല. അതിന് കർത്താവിനെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്താലേ പൗലോസിന് കഴിയത്തുള്ളൂ അല്ലേ? അങ്ങനെ വല്ലതും നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യല്. കർത്താവ് പലപ്പോഴും നമ്മുടെ അസുഖങ്ങളെല്ലാം അങ്ങ് എടുത്തു മാറ്റുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യാൻ ഒക്കാതെ വരുന്നു. ചില ശൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എപ്പോഴും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് പൗലോസും അതുപോലെ തന്നെ ഇപ്പൊ ശൂലമൊക്കെ മാറിപ്പോയായിരുന്നെങ്കിൽ ചിലപ്പോൾ നിഗളിച്ചു പോയേനെ, നമുക്ക് പറയാനൊക്കത്തില്ല. അങ്ങനെയാകുമ്പോൾ പൗലോസിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുവെന്നും നിവൃത്തി ആകാതെ വരും. ഓക്കെ, അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ നമ്മൾ സ്പിരിച്വലി മെച്യൂർ ആകുന്ന അനുസരിച്ച് കർത്താവിൽ പൂർണ്ണമായിട്ടും ക്ലിങ്ങി ചെയ്യും അല്ലേ? നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മളെ വിശ്വാസമൊക്കെ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. നമ്മുടെ സ്പിരിച്വാലിറ്റി ഒരു മെച്യൂർ ആയി സ്പിരിച്വാലിറ്റി ആയി പോകുന്നത്. കൊരിന്ത്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും ആണല്ലോ എന്ന് പറയുന്നുണ്ടല്ലേ. നിങ്ങൾ പ്രാകൃതന്മാരാണ് ഇപ്പോഴും. ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമല്ല പാലത്രേ കഴിക്കാൻ തന്നതേ. കാരണം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട പ്രായമായി, എന്നിട്ട് നിങ്ങൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ ആ പാല് പോലും നിങ്ങൾ ദഹിക്കുന്ന അവസ്ഥ പോലും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം പാലല്ല ഭക്ഷണം തരുമ്പോഴേ അത് ദൈവത്തിന്റെ ആ ഭക്ഷണം എന്ന് പറയുന്ന വചനമാണെങ്കിൽ തന്നെ ആ ഭക്ഷണം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ദൈവത്തിന്റെ പ്യൂരിഫൈങ് പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ കഴിയത്തുള്ളൂ. ഈ ലോകത്തിലെ നമ്മുടെ മക്കളൊക്കെ വളരുമ്പോൾ അവര് മെച്ചൂർ ആകുമ്പോൾ അവര് മാതാപിതാക്കളിൽ നിന്ന് അകന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനായിട്ട് ആണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ മക്കൾ അങ്ങനെയല്ല. മെച്യൂരിറ്റി കൂടുന്നതിനനുസരിച്ച്, സ്പിരിച്വൽ മെച്യൂരിറ്റി കൂടുന്നതനുസരിച്ച് ദൈവത്തിൽ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുവാനായിട്ട് പഠിക്കും അല്ലെ? കർത്താവിനെ കൂടാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്ന് ആയിത്തീരുന്ന അവസ്ഥയാണ് സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പൗലോസ് ഈ ലോകത്തിന്റെ ചിന്തകൾക്ക് വ്യത്യസ്തമാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത്. ലോകത്തിന്റെ ചിന്തയിൽ മെച്യൂർ ആകുമ്പോൾ ഇൻഡിപെൻഡന്റ് ആകും. പക്ഷെ കർത്താവിന്റെ ചിന്തയില് നമ്മൾ മെച്യൂർ ആകുമ്പോൾ കർത്താവിനോട് കൂടുതൽ ഡിപ്പെൻഡഡ് ആയിത്തീരും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് അല്ലെ, താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. കർത്താവ് എന്നെ അങ്ങനെ പഠിപ്പിച്ചു. പൗലോസ് ഇങ്ങനെ ആവേണ്ട കാര്യമൊന്നും ഇല്ലല്ലേ? വലിയ കപ്പൽ മുതലാളിയുടെ മകനായിരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, റോമാ പൗരനായിരുന്നു അല്ലെ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം അഭ്യസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം പിന്നെ വലിയൊരു ധനികനായ ഒരു മനുഷ്യനായിരുന്നു പൗലോസ് എന്ന് പറഞ്ഞ. പക്ഷെ ആ പൗലോസ് ഒന്നുമില്ലാതെ ദൈവത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ പൗലോസിനെ ദൈവം പഠിപ്പിച്ചു. താഴ്ചയിലിരിപ്പാനും വിശന്നിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും ദൈവം പൗലോസിനെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് സമൃദ്ധിയിൽ ഇരിപ്പാനും പഠിപ്പിച്ചു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ പൗലോസിനെ പൗലോസിന്റെ ജീവിതത്തിൽ ശൂലം കൂടെ ഇരുന്നിട്ടും പൗലോസ് പിറുപിറുത്തില്ല. അതിസന്തോഷത്തോടെ അതിനെ സഹിക്കുകയാണ്, അതിനെ പ്രശംസിക്കുകയാണ് ചെയ്തത്. ശൂലത്തിനും സ്തോത്രം ചെയ്തല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, പൗലോസിന് കൊടുത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു സാധാരണ ദൂതനെ അല്ലെങ്കിൽ ഒരു ശൂലം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ശൂലത്തിനൊക്കെ, നമ്മുടെ ഈ കഷ്ടതകൾക്കൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് പലപ്പോഴും നമ്മൾ അന്നേരം സ്തോത്രം ചെയ്തില്ലെങ്കിൽ ആ കഷ്ടങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ പറയും, കർത്താവേ ആ ശൂലത്തിനായി സ്തോത്രം എന്ന് പറയാറില്ലേ? കാരണം അതാണ് ദൈവം ഓരോ പ്രാവശ്യവും ദൈവത്തോട് നാം അടുക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ ശൂലങ്ങളാണ് കാരണമായി തീരുന്നത്. അപ്പം പൗലോസ് ശൂലത്തിന് സ്തോത്രം പറഞ്ഞതുപോലെ നമ്മളും എപ്പോഴും ശൂലത്തിന് വേണ്ടി സ്തോത്രം പറയുന്നവരായിരുന്നു. അത് അതിസന്തോഷത്തോടെ എന്ന് പറയുന്നുണ്ടല്ലേ? വെറും സന്തോഷമല്ല, അതിസന്തോഷം. കാരണം എന്റെ ശൂലം അങ്ങോട്ട് മാറിപ്പോയായിരുന്നെങ്കിൽ ഞാൻ കർത്താവിൽ അത്രത്തോളം ക്ലിങ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ആ ശൂലം ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ ആ ശൂലത്തിലും അതിസന്തോഷത്തോടെ പ്രശംസിക്കുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്കറിയാം, മക്കെദോന്യ സഭകളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. കഷ്ടത കഠിന ദാരിദ്ര്യത്തിലായിരുന്നാലും അവർ അനുഭവിച്ചൊരു മഹാസന്തോഷമുണ്ടല്ലേ? ആ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ദൈവത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. നമുക്ക് അതൊന്ന് വായിച്ചിട്ട് പോകാം. 2 കൊരിന്ത്യർ 8:1-2. 2 കൊരിന്ത്യർ 8:1-2. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അപ്പൊ അവരുടെ കൃപ, അവർക്ക് ലഭിച്ചൊരു വലിയ കൃപ എന്ന് പറയുന്നത് കഷ്ടതയിലും
അവർക്ക് കൃപ ലഭിച്ചതാണ് അവരുടെ കഷ്ടതയിലും അവർ സന്തോഷിക്കാനായിട്ട് കാരണമായി തീർന്നത്. നമുക്കപ്പോൾ എന്താ വേണ്ടത്? ദൈവത്തിന്റെ കൃപയാണോ വേണ്ടത്? ഭാരം എടുത്തു മാറ്റുന്നതാണോ വേണ്ടത്? ഭാരം അവിടെ ഇരുന്നോട്ടെ, സാരമില്ല, കർത്താവിന് ഇഷ്ടമെങ്കിൽ കർത്താവിന്റെ സമയത്ത് മാറ്റിക്കൊള്ളട്ടെ. പക്ഷെ ആ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ആ ഒരു ഭാരത്തെ ചുമക്കുവാൻ ആവശ്യമായ തോളിന് ശക്തിയാണ് ദൈവം നമുക്ക് തരുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിലും പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ കർത്താവും അത് തന്നെയായിരുന്നല്ലോ. പറയുന്നുണ്ട് എബ്രായ ലേഖനം 12:2-3, വിശ്വാസം നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന് വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ആ ക്രൂശ് എന്ന് പറയുന്ന കർത്താവിന് അറിയാം, മരണത്തോളം ആ മരണമാണ് തന്റെ മുമ്പിൽ വച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും നമ്മളെയൊക്കെ ഓർത്ത് ആ വിശ്വാസത്തിന് നമ്മളെ അനേക സഹോദരന്മാരെ ആ വിശ്വാസത്തിലേക്ക് നയിക്കുന്നവനായതുകൊണ്ട് ആ നമ്മളെ കണ്ട ഒരു സന്തോഷം, നമ്മളെല്ലാം ഈ പാപം തേജസ് നഷ്ടപ്പെട്ട മനുഷ്യരെ തേജസ്സുള്ളവരായി കാണുന്ന ഒരു സന്തോഷം ഓർക്കുമ്പോൾ കർത്താവ് ക്രൂശിനെ അലക്ഷ്യമാക്കി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് 3-ാമത്തെ വാക്യത്തിൽ 12:3 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. എന്നും ദൈവത്തിന്റെ കൃപ കുറഞ്ഞു പോയിട്ടില്ല. അത് എന്നും പാപം പെരുകിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചെന്നല്ലേ പറയുന്നത്. അപ്പം എന്നും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവത്തിന്റെ ദയ ഓരോ ദിവസവും അത് പുതിയതായിരിക്കുന്ന പഴയ നിയമത്തിലും പറയുന്നുണ്ടല്ലേ. അങ്ങനെ ആ ദൈവത്തിന്റെ കൃപ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടേയല്ല, ദയ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, കരുണ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവിന് മാറ്റമില്ലാത്തതുപോലെ നമ്മളുടെ ബലഹീനതകൾ എന്നും വർദ്ധിപ്പിക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലന് സ്വർഗത്തിൽ പോയി ദൈവത്തിന്റെ എല്ലാ മഹിമകളെയും കാണിച്ചല്ലേ, ആ മനുഷ്യന് കേട്ടിട്ടില്ലാത്തതും പറഞ്ഞുകൂടാൻ കഴിയാത്തതുമായ കാര്യങ്ങളെയൊക്കെ കാണിച്ച് സ്വർഗീയ മഹിമ പൗലോസ് അപ്പോസ്തലൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അത് തിരിച്ചു വന്നപ്പോൾ താൻ നിഗളിച്ചു പോകാതിരിപ്പാന് കർത്താവിന്റെ സാത്താന്റെ ഒരു ദൂതനെ കൊടുത്തു. പക്ഷെ ആ നിഗളത്തിൽ താൻ താണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം ബാലൻസ് ചെയ്ത് ദൈവത്തിന്റെ കൃപയും കൊടുത്തു. ദൈവത്തിന്റെ ആ ഒരു ബാലൻസിങ് ആയി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മളും ബലഹീനതകളിലൂടെ കടന്നു പോകുമ്പോൾ, സ്വർഗീയ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്കും പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകും. പരീക്ഷണങ്ങളിൽ നമ്മൾ താണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ അത്യന്തമായ കൃപ നൽകി നമ്മളെ ബാലൻസ് ചെയ്ത് നിർത്തും. ആ ദൈവിക കൃപയ്ക്കായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 10-ാമത്തെ വാക്യം. ഞാൻ വിചാരിച്ച ഈ ക്ലാസ്സിൽ തീർക്കണമെന്ന്, പോട്ടെ, 10-ാമത്തെ വാക്യം വരെ ആയുള്ളൂ. 12 മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച അറിയില്ല. നമുക്കിനി ഓക്കെ, 10-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് ഇഷ്ടപ്പെടുക. എന്തിനു വേണ്ടിയിട്ടാ? ഇത്ര ഈ കഷ്ടങ്ങളും ബലഹീനതകളും പ്രശ്നങ്ങളും എല്ലാം തന്റെ ശൂലങ്ങളാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലേ. ആ ബലഹീനതകളും കയ്യേറ്റവും ബുദ്ധിമുട്ടും ഉപദ്രവവും ഞെരുക്കവും എല്ലാം താൻ സഹിപ്പാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ നിമിഷവും പൗലോസിന് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ആ പൗലോസ് ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നോക്കി പോവുകയാണെങ്കിൽ ചതഞ്ഞ് അടിഞ്ഞു പോകേണ്ട ഒരു മനുഷ്യനായല്ലേ. എത്രത്തോളം കഷ്ടങ്ങളിലൂടെ പോയി കടന്നു. മരണത്തിന്റെ അനുഭവം, അല്ലെ മരണമായിട്ട് ഉണ്ടായിട്ടില്ല. ക്രിസ്തുവിൽ വെച്ച അനുഭവം മരണം തന്നെ സംഭവിച്ചു എന്നാ വേദപഠിതാക്കളൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടും ചതഞ്ഞു പോകാതെയും ഒക്കെ ഇരിക്കുന്നതിന്, വീണു പോകാതെ ഇരിക്കുന്നതിന് കാരണം ദൈവത്തിന്റെ കൃപയാണ് ഇരിക്കുന്നത്. ആ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തപ്പോൾ ഈ ബലഹീനതകളിലെല്ലാം താൻ ഇഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പൗലോസ് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കയ്യേറ്റും ബുദ്ധവും സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ എത്രമാത്രം സഹിക്കും. നമ്മൾ മാറ്റിത്തരണമേ എന്നല്ലേ കർത്താവിനോട് പറയുന്നത്. പൗലോസ് പറയുകയാണ്, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ ഒന്നുമില്ലായ്മകളെയും ഒക്കെ കുറിച്ച് നമുക്ക് ബോധം വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായും ആശ്രയിപ്പാനും ക്ലിങ്ങി ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടല്ലേ ഭക്തന്മാരൊക്കെ പാടി, കർത്താവിൻ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന ആൾ അവനൻ ബലം. പാരിതിൽ പാർക്കുന്ന, ഈ ഭൂലോകത്തിൽ പാർക്കുന്ന ഏത് സമയത്തും കർത്താവ് തന്നെ നമ്മുടെ ബലം, വേറെ ആരും നമുക്ക് ഇല്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, കർത്താവായ യേശുവിന്റെ ക്രൂശ് നിമിത്തം അനേകം നിങ്ങളെ പഴിക്കുവാനായിട്ട് ഇടയായി തരും, പക്ഷെ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു എന്ന് പറയുന്നുണ്ട്. അത് വായിച്ചിട്ട് പോകാം നമുക്ക്. മത്തായി 5:11-12.
മത്തായി 5:11. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവരങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അപ്പം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവരുടെ പ്രതിഫലം വലുതാണ്. പ്രവാചകന്മാരെ തന്നെ ചെയ്തു എന്നല്ല, കർത്താവിനെ അവരെ ക്രൂശിക്കുക അല്ലേ. ഒരു പിലാത്തോസിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. പിലാത്തോസ് 5-ലധികം പ്രാവശ്യം, ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കാനായിട്ട് കഴിയും, 5-ലധികം പ്രാവശ്യം കർത്താവിന് ജനത്തോട് പറഞ്ഞു, അല്ലെ യഹൂദന്മാരോട് എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടും യഹൂദന്മാർ ആക്രോശിക്കുകയാണ് ചെയ്തതല്ലേ. അവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചത് മൂലമാണ് കർത്താവിനെ ക്രൂശിച്ചത്. പക്ഷെ എന്നിട്ടും കർത്താവിനെ അങ്ങനെ ചെയ്തു. അതുകൊണ്ട് നമ്മളെ എത്രയധികം അല്ലേ നമ്മളെയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ പൗലോസിനെ പോലെ പറയണം, എത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറയണം. നമ്മൾ പറയണോ അങ്ങനെയല്ലേ. അപ്പൊ ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടങ്ങൾ സഹിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. എത്രയോ അതല്ലേ പൗലോസിന്റെ വിജയത്തിന്റെ വാക്കുകളാണ്. നമ്മള് താനെ ത്രോവാസിലേക്ക് നമ്മൾ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തീത്തോസിനെ കാണാതെ ത്രോവാസിൽ ചെന്ന് തീത്തോസിനെ കാണും എന്നുള്ള ചിന്തയിലാണ് നേരത്തെ പറഞ്ഞതനുസരിച്ച് ത്രോവാസിൽ ചെന്നപ്പോഴേ തനിക്ക് വേണ്ടി വാതിലുകൾ സുവിശേഷത്തിന് വേണ്ടി തുറന്നിരിക്കുകയും ത്രോവാസിൽ വെച്ച് തീത്തോസിനെ കാണാത്ത കൊണ്ട് താൻ മനസ്സിൽ വിഷമിച്ച് തിരിച്ച് മടങ്ങി വരുന്ന ഒരു പൗലോസിനെ കാണുന്നത്. എന്നിട്ടും പൗലോസ് അവിടെ വെച്ച് പറയുക, എന്റെ ക്രിസ്തുവിൽ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. തന്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങൾ അപ്പൊ നമുക്ക് വേണേൽ പരാജിതനായി പോയ പൗലോസിന്റെ വിമർശകരൊക്കെ പറഞ്ഞു കാണും പൗലോസ്, അല്ലെങ്കിൽ സാത്താനൊക്കെ പറഞ്ഞു കാണും പൗലോസ് തോറ്റുപോയി എന്ന് പറയും. പക്ഷെ അതിന്റെയൊക്കെയും നടുവിലും പൗലോസ് പറഞ്ഞു, എന്നെ ജയോത്സരമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു, ഞങ്ങൾ സൗരഭ്യം പരത്തുന്നവരായി ജീവനിലേക്ക് വാസന പകർത്തുന്നവരാ ഞങ്ങളെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ ദൈവത്തിന്റെ വലിയൊരു കൃപയാലേ അത് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. പൗലോസിന്റെ ശൂലം ഒരിക്കലും പൗലോസിനെ നിരാശയിലേക്ക് നയിച്ചില്ല. തന്നെ സമൃദ്ധമായ ദൈവത്തിന്റെ കൃപയിലായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. ആ കൃപ എന്ന് പറഞ്ഞാൽ സഹിക്കാനുള്ള ശക്തി മാത്രമല്ല, ദൈവിക സാന്നിധ്യം, സന്തോഷം, സംതൃപ്തി ഒക്കെ എല്ലാം കൃപയിൽ അടങ്ങിയിരിക്കുന്നു. ഒരു എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകുന്ന ആ ഒരു സാന്നിധ്യം മാത്രമല്ല, ഒരു സന്തോഷം. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ അതിസന്തോഷത്തോടെ ഇരിക്കുന്നു, അത് സന്തോഷിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടവും സന്തോഷവും എല്ലാം വരാനായിട്ട് കാരണം ആ കൃപയാണ്. കൃപ എന്ന് പറയുന്ന പരിമിതികളില്ലാത്ത ഒഴുകുന്ന ദൈവത്തിന്റെ കൃപ. ഓക്കെ. അന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ശൂലം വെച്ചുകൊണ്ട് തന്നെ പൗലോസ് പോയി എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലെ. ആ ശൗലം ഒരിക്കലും തന്നെ നിന്ന് മാറിപ്പോയതേയില്ല. ശൂലം വെച്ചുകൊണ്ട് തന്നെ അന്ന് ഇല്ലിയൊരു ദേശം വരെ സഞ്ചരിച്ച് ദൈവത്തിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 13 ലേഖനങ്ങൾ നമുക്ക് എഴുതി തന്നു. 3 മിഷണറി യാത്രകൾ ചെയ്തു. ഇത്രയൊക്കെ ദൈവത്തിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കാനും ഇത്രയൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും പൗലോസിനെ ശക്തനാക്കിയത് ആ ശൂലത്തിന്റെ നടുവിലും ദൈവം നൽകിയ വലിയൊരു കൃപയാണ്. അപ്പൊ ശൂലം മാറിപ്പോകുന്നതിലധികമായ ദൈവത്തിന്റെ കൃപയാൽ ദൈവം പൗലോസിലൂടെ ചെയ്യുവാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ദൈവം സാധിപ്പിക്കുകയാണ് ചെയ്തതായിട്ട് കാണുന്നത്. ഞാനിങ്ങനെ വായിച്ച ഒരു കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. താഴ്വരകൾ എന്ന് പറയുന്ന ഫലസമൃദ്ധമാണ്. കാരണം മഴവെള്ളം അനേകം താഴ്വരകളിലൂടെ കടന്നു ചെല്ലുന്നത്. പക്ഷെ ഉയർന്ന മലനിരകള് കാണാനൊക്കെ ഭംഗിയായിരിക്കും, പക്ഷെ അവിടെ ഫലങ്ങൾ കുറവായിരിക്കും. താഴ്വരകളുടെ അനുഭവത്തിലാണ് അനേകം ഫലസമൃദ്ധി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെയും താഴ്വരകളുടെ വാലി എക്സ്പീരിയൻസ് ആണ് നമ്മെ അനേകം ഫലസമൃദ്ധമാക്കുവാനായിട്ട് കാരണമായി തീരുന്നത്. ഉയർന്നത് കാണാനൊക്കെ ഭംഗിയായിരിക്കും, പക്ഷെ നമ്മുടെ താഴ്വരകളുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാനും പ്രശോഭിപ്പാനും ഇടയായി തീരുന്നതായിട്ട് കാണും. കാരണം നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമ്മളുടെ സ്ട്രെങ്ത് ആയിരിക്കും അവിടെ പ്രകടമാകുന്നത്. കർത്താവ് നമുക്ക് സ്ട്രെങ്ത് തരും. നമ്മുടെ ബലഹീനത കർത്താവിന്റെ കയ്യിൽ തരുമ്പോൾ കർത്താവിന്റെ ആ ഒരു സ്ട്രെങ്ത് ആണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്ന, ദൈവം ജ്ഞാനികളെ രചിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ആ ജ്ഞാനികളെ തിരഞ്ഞെടുത്തെങ്കിൽ ജ്ഞാനികളുടെ ജ്ഞാനമായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്, ദൈവത്തിന്റെ ശക്തിയല്ല അല്ലെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. നമുക്ക് വായിച്ചിട്ട് പോകാം. 1 കൊരിന്ത്യർ 1:27 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, പ്രശംസിക്കുന്നവൻ ദൈവത്തിൽ പ്രശംസിക്കട്ടെ എന്ന് പറയുന്നുണ്ട്.
1 Corinthians 1:27 ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷകമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഇപ്പൊ ജ്ഞാനികളെ തെരഞ്ഞെടുത്താൽ അവരുടെ ജ്ഞാനമായിരിക്കും വെളിപ്പെടുന്നത്, അതുപോലെ തന്നെ ബലമുള്ളതിനെ തെരഞ്ഞെടുത്താൽ അവരുടെ ബലമായിട്ടും ബലപ്പെടുന്നു. പക്ഷെ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന്റെ ബലവും ശക്തി അവിടെ കാണുവാനായിട്ട് കഴിയും. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. എന്തുകൊണ്ടാ? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ തന്നെ. നിങ്ങളോ അവന് ക്രിസ്തുവേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അതുപോലെ പൗലോസും പറയുന്നു, ഞാൻ പ്രശംസിക്കുന്നത് കർത്താവിന്റെ ക്രൂശ് നിമിത്തമാണ് പ്രശംസിക്കുന്നത്, ഞാൻ ദൈവത്തിൽ മാത്രമേ പ്രശംസിക്കുന്നുള്ളൂ, ഞാൻ എന്നിൽ പ്രശംസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് 2-3-4 വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് പോകാം. ഈ സമയമായല്ലോ. ഓക്കെ, നമ്മള് കഷ്ടങ്ങളിലും ആ ദൈവത്തിന്റെ കൃപയാലാണ് നാം നീതീകരിക്കപ്പെടുന്നതും ശുദ്ധീകരിക്കപ്പെടുന്നതും തിരസ്കരിക്കപ്പെടുന്ന ആ കൃപയിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. നീതീകരിക്കപ്പെടുന്നവർക്ക് മാത്രമുള്ള ദൈവകൃപയെ കുറിച്ച് നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തില് വായിക്കുവാനായിട്ട് കഴിയും. റോമാലേഖനം 5:1-3 വരെയുള്ള വാക്യങ്ങളെ കഷ്ടങ്ങളിലും പ്രശംസിക്കാൻ ഇടയായി തീർന്നത് ആ നീതീകരിക്കപ്പെട്ടവർക്ക് നൽകപ്പെടുന്ന കൃപ മൂലമാണ്. വായിക്കാം. 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുതയും പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന നീതീകരിക്കപ്പെട്ടവർക്ക് ലഭിക്കുന്ന കൃപയില് ആയിരിക്കുമ്പോൾ കഷ്ടങ്ങളിലും പ്രശംസിപ്പാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ അത് തന്നെ ചെയ്തുള്ളൂ. കാരണം നീതീകരിക്കപ്പെട്ട ദൈവത്തിന്റെ മകന് ദൈവം കഷ്ടങ്ങൾ കൊടുത്തപ്പോൾ ആ കഷ്ടങ്ങളിൽ പ്രശംസിപ്പാനും അത് സന്തോഷത്തോടെ സഹിപ്പാനായിട്ടും ഇടയായി തീർന്നു. നമുക്ക് കഷ്ടങ്ങളിൽ ദൈവം നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവത്തിന്റെ നീതിയാണ്. കഷ്ടങ്ങളിൽ ദൈവം നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവത്തിന്റെ നീതിയാണ്. വായിക്കാം. 1 തെസ്സലോനിക്കർ 1:4-7 വരെയുള്ള വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ 1:4-7 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിൽ നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളം ആകുന്നു. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗ്ഗത്തു നിന്ന് അഗ്നിജാതിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരുമെന്ന ദൈവത്തിന്റെ നീതിയല്ലോ. ദൈവത്തിന്റെ നീതിയാണ് നമ്മുടെ കഷ്ടതകളിലും ആശ്വാസം നൽകുന്നത് എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഉള്ള ഒരു ജയം തനിക്ക് അവിടെ എപ്പോഴും തനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്ത് കഷ്ടതയായാലും പ്രശ്നമായാലും ഉപദ്രവമാണെങ്കിലും പട്ടിണിയാണേലും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ജയം പ്രാപിക്കുന്ന പൗലോസ് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും വേർപിരിക്കാനായിട്ട് കഴിയുന്നതല്ല. എത്ര പ്രശ്നങ്ങളുടെ നടുവിൽ പോയാലും ആ വലിയൊരു ദൈവകൃപ തനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ട് എന്ത് പ്രശ്നമായാലും തനിക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും. വായിച്ചു പോകാം. റോമാലേഖനം 8:35-39, 35, 37, 38 വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നമ്മെ വേറൊരുപ്പാൻ കഴിയുന്നതല്ല ഞാൻ ഉറച്ചിരിക്കുന്നു. അത് മരണമായാലും ജീവനായാലും സങ്കടമായാലും കഷ്ടതയായാലും പട്ടിണിയായാലും ഇപ്പോഴുള്ളതായാലും വരുവാനുള്ളതായാലും ജീവൻ എന്താണെങ്കിലും അത് പൗലോസ് പറയുക ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വേർതിരിപ്പാൻ കഴിയില്ല. കാരണം ഞാനും സ്നേഹിച്ചവൻ മുഖാന്തരത്തിലൊക്കെയും ജയം പ്രാപിക്കുന്നു. ക്രിസ്തുവിലൂടെയുള്ള ജയം. ക്രിസ്തീയ ദൈവമക്കളുടെ വിജയം എന്ന് പറയുന്നത് സ്വന്തം വിജയമല്ല, അത് ക്രിസ്തുവിലൂടെയുള്ള ജയമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ കഴിയുന്നവർക്കൊക്കെ കഷ്ടമുണ്ടാകൂ എന്ന് പറയുന്നു. അതിന് കാരണമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്ന തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായിട്ട് തന്നെ മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം
ഞങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചു, അവന് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നു. 2 കൊരിന്ത്യർ 5ന്റെ 20, 21 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞല്ല കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് പഠിച്ചല്ലേ. ഓക്കെ. അപ്പം നമുക്ക് അതൊക്കെ കാണുവാനായിട്ട് കഴിയും. താൻ തന്റെ ബലഹീനതകളിലും പ്രശംസിക്കാനൊക്കെ കാരണം തനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചു എന്നുള്ള ബോധം ഉണ്ടായത് കൊണ്ടാണ്. ആ മരിച്ചവന് വേണ്ടി താൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ ബലഹീനതകളിലും താൻ ജീവിക്കാനായിട്ട് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. 2 കൊരിന്ത്യർ 14 5ന്റെ 14, 15 2 കൊരിന്ത്യർ 5ന്റെ 14, 15 വാക്യങ്ങളെ താനെ അതെ പറഞ്ഞല്ലേ, സോറി. 2 കൊരിന്ത്യർ 13ന്റെ 4 ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ദൈവശക്തി ഞങ്ങളോടുകൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങളും ശക്തിയാൽ ജീവിക്കാനായിട്ട് കഴിയണം. ഞങ്ങൾ ബലഹീനരാണെങ്കിലും ബലപ്പെടുന്ന ഒരു കർത്താവിന്റെ ശക്തി ഞങ്ങളുടെ മേലുള്ളത് കൊണ്ട് ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കാനായിട്ട് അല്ലെങ്കിൽ അതീവ സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട് കഴിയുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പം നമ്മൾ ബലഹീനരാണെങ്കിലും ദൈവശക്തിയാൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ ഞാൻ നിർത്താം. പൗലോസ് അപ്പോസ്തലനോട് കൂടെ നമുക്ക് ചേർന്ന് പറയാം, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൗലോസ് അപ്പോസ്തലന് വേണ്ടി മാത്രമാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഇന്നും അത് നമ്മൾക്ക് വേണ്ടി ഉള്ളതാണ്. കാരണം ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാനാണ് പൗലോസ് അപ്പോസ്തലനെ ദൈവം തെരഞ്ഞെടുക്കുന്ന. ആദ്യം മുതലേ പൗലോസിനെ വിളിച്ചവൻ പറഞ്ഞു, നമ്മളോട് അത്ര പറഞ്ഞാണെങ്കിൽ നമ്മൾ അങ്ങ് ഇറങ്ങി വരത്തില്ല. പക്ഷെ ദൈവം ക്രിസ്തുവിനോട് കൂടെ ജീവിക്കണമെങ്കിൽ, അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലാണ്. ക്രിസ്തുവിനോടുകൂടെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ കഷ്ടങ്ങളെല്ലാം ഉണ്ടാകാം. കഷ്ടതയില്ലാത്ത ക്രിസ്തീയ ജീവിതം ഇല്ല. അപ്പൊ നാം സഹിക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പോകുമ്പോൾ സഹിച്ചേ പറ്റുന്ന അവസ്ഥയിലല്ല. ഈ കഷ്ടങ്ങളിലും സന്തോഷത്തോടെ മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പൗലോസ് പറയുന്നു, എന്നോട് ദൈവത്തിന്റെ കൃപയുണ്ട്, അത് എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്നോടുള്ള ദൈവത്തിന്റെ കൃപ ഒരിക്കലും വ്യർത്ഥമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ജീവിക്കും എന്ന് പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുപോലെ നമ്മളെ വിളിച്ചപ്പോഴും ദൈവം വലിയൊരു കൃപ നമ്മളുടെ മേൽ പകർന്നു. നമ്മൾക്ക് ഓരോ ദിവസവും നടത്തുന്നതിനായിട്ട് സമൃദ്ധമായ കൃപ, നമ്മൾക്ക് ഓരോ ദിവസവും വേണ്ടുന്ന മതിയായ കൃപ. ഇച്ചിരി കൃപയല്ല, അത് ദൈവമാണ് അതിന്റെ ഉറവിടമായതുകൊണ്ട് ആ ദൈവത്തിന്റെ ശക്തിക്കനുസരിച്ച് തന്റെ മഹത്വത്തിനൊത്തവണ്ണം എന്നല്ലേ പറയുന്നത്, തന്റെ മഹത്വത്തിനൊത്തവണ്ണമുള്ള കൃപ നമ്മളുടെ മേൽ പകർന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും എല്ലാ ദിവസവും നടത്തും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ കഷ്ടങ്ങളിലും ദൈവത്തിന്റെ വലിയ ശക്തിയെ ദൈവത്തിന്റെ ആത്മാവിനാൽ കാണുവാൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കെല്ലാം കഴിഞ്ഞത് കൊണ്ടാണ് അവരും മുമ്പോട്ട് നോക്കി ക്രിസ്തുവിനെ നോക്കി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അവരോ നല്ലതിനെ അധികം നല്ലതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു, അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടും. അവർ സ്വർഗീയമായതിനെ തന്നെ, ഈ ലോകത്തിൽ അവർക്ക് ആ വാഗ്ദത്തം ഒന്നും നിവർത്തിച്ചില്ല, അവർ സ്വർഗീയമായതിനെ നോക്കി കാത്തിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവർക്ക് വേണ്ടി നല്ലതൊന്ന് കരുതിയിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് അവരെ ആദ്യം നോക്കി മുമ്പോട്ട് പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമുക്കും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാം. വിശ്വാസനായകനും പൂർത്തി വരുന്നതിനുമായ കർത്താവിനെ നോക്കി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ കഴിപ്പാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം.